നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള സിറപ്പുകൾ നിരോധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഫാർമകോപ്പിയ കമ്മീഷൻ പുറത്തിറക്കിയ 2026 നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ കരടിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശമുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയും ഇതിനായുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അതിഗുരുതരമായ സാഹചര്യങ്ങളിൽ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മരുന്നുകൾ നൽകാമെന്നും ഈ ഒരു നിർദ്ദേശത്തിലുണ്ട്. 2025 ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ, അതുപോലെ തന്നെ എത്തിലീൻ ഗ്ലൈക്കോൾ തുടങ്ങിയ വിഷാംശമുള്ള വസ്തുക്കൾ ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള ചില മരുന്നുകളിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു നീക്കം. മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന ഈ രാസവസ്തുക്കൾ കുട്ടികളുടെ വൃക്കകളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നവയാണ്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്. കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി ഭീതി പടരുന്നു. നിലവിൽ കോട്ടയം ഉദയനാപുരം പഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ മുൻകരുതൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വൈക്കം നഗരസഭ ഉൾപ്പെടെ 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച മേഖലയുടെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കോഴികളെയും വളർത്തുപക്ഷികളെയും അടിയന്തരമായി കൊന്നുകളയാനാണ് നീക്കം. വൈക്കം നഗരസഭ ഉൾപ്പെടെ 8 തദ്ദേശ സ്ഥാപന മേഖലകളിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ താറാവ്, കോഴി തുടങ്ങിയ വളർത്തു പക്ഷികളുടെ മുട്ടയും ഇറച്ചിയും ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനും 3 ദിവസത്തേക്ക് നിയന്ത്രണവുമുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കൂടുതൽ കടുക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏപ്രിൽ 14 വരെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയോടൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള വായു തുടരുന്നതിനാൽ മലയോര മേഖലകളിലൊഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനും അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ടെന്നും അതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് വിതരണ സംവിധാനം പൂർണ്ണമായും ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെക്കുന്നു. അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കായി സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നിലധികം കൗണ്ടറുകളിൽ ഒരെണ്ണം ഇനി മുതൽ ഡിജിറ്റൽ ഇടപാടുകൾക്ക് മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഇവിടെ ടിക്കറ്റ് നിരക്കിന് പണം സ്വീകരിക്കില്ല. പകരം QR കോഡ് സ്കാനിംഗ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ വഴി മാത്രമേ ടിക്കറ്റ് ലഭിക്കൂ. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡിജിറ്റൽ ആകൂ, സ്മാർട്ട് ആകൂ, ക്യാഷ് വേണ്ട, ബുദ്ധിമുട്ടില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രചാരണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും. നിലവിലെ സർക്കാർ തുടരുകയാണെങ്കിലും അതല്ല ഇനി പുതിയ സർക്കാർ വരികയാണെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതായത് നിലവിലെ എല്ലാ പാർട്ടികളും ഈ ഒരു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, 3000 രൂപ നൽകും എന്നുള്ള പ്രഖ്യാപനം നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി അടുത്ത ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്ന് UDF ഗവൺമെന്റ്, അതുപോലെ തന്നെ BJP ആണ് വരുന്നതെങ്കിൽ അവരും അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിലവിലുള്ള സർക്കാരും ഈ ഒരു പ്രഖ്യാപനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഇനി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് 3000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.